ഹലോ എവരി വൺ, ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പൂത്തിരൻസ്. നമ്മളിന്ന് കാണുന്നതും നെറ്റ്കോട്ട ഫാബ്രിക്കിൽ തന്നെ ക്രിസ്മസ് തീമിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് നെറ്റ്കോട്ട ഫാബ്രിക്കിൽ തന്നെ ക്രിസ്മസ് കളക്ഷനായിട്ട് വന്നിട്ടുള്ളതിൻ്റെ. ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിലും രണ്ട് പ്രൈസ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. 189 പെർ മീറ്ററിലുള്ളതുകൊണ്ട് 219 189 രൂപയുടെയും 219 രൂപയുടെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ക്രിസ്മസ് കളർ മാത്രമല്ല, അതിനകത്ത് പോയിരിക്കുന്ന ആ ഒരു എംബ്രോയിഡറി വർക്കും കുറച്ച് ക്രിസ്മസ് തീമിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നെറ്റ്കോട്ട അഥവാ കോട്ട ചെക്സ് ആ ഒരു ഫാബ്രിക്കിലാണ് ഇന്ന് നമ്മൾ കാണുന്ന റണ്ണിങ് ഫാബ്രിക്കുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് 189 പെർ മീറ്ററിലുള്ളതാണ്. 189 രൂപ പെർ മീറ്ററിൽ വന്നിട്ടുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ നെറ്റ്കോട്ട എന്ന് പറയുമ്പോൾ ആ ഫാബ്രിക് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് അതിനകത്ത് വന്നിരിക്കുന്ന ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. ഒരു ക്രിസ്മസ് ട്രീയുടെ ഒക്കെ ഒരു പ്രിൻറ്റിലാണ് ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത്. റെഡിനകത്ത് തന്നെ ഓഫ് വൈറ്റ് കളറിലുള്ള എംബ്രോയിഡറി വർക്കാണ് പോയിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിത് ഗേൾസിനൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനോ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ടും നമുക്ക് ഈ പാറ്റേൺ യൂസ് ചെയ്യാവുന്നതാണ്. ക്രിസ്മസ് തീമിലുള്ള ഫ്രോക്കോ അതല്ലെങ്കിൽ ഡ്രസ്സോ സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എംബ്രോയിഡറി വർക്കാണ് കേട്ടോ, സീക്വൻസ് വർക്ക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. 189 പെർ മീറ്ററാണ്. 44 ഇഞ്ച് വിട്ടിൽ തന്നെ 189 പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നതും റെഡ് കളറിൽ തന്നെയാണ്. റെഡ് കളറിനകത്ത് തന്നെ ഇതിനകത്ത് പോയിരിക്കുന്ന വർക്കിന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്കതൊന്ന് കണ്ടു നോക്കാം ആ വർക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന്. ആദ്യം കണ്ടത് ഒരു ക്രിസ്മസ് ട്രീയുടെ പ്രിൻ്റ് ആയിരുന്നു. ഇപ്പോൾ കാണുന്നത് അതല്ല, വേറൊരു പ്രിൻ്റാണ്. ഒരു ക്രിസ്മസ് ബെല്ലിൻ്റെ ഒരു എംബ്രോയിഡറി വർക്കാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. 189 പെർ മീറ്ററിലാണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് വൈറ്റ് കളറിനകത്ത്, ഇപ്പോൾ കണ്ടതിൻ്റെ തന്നെ വൈറ്റ് കളറിനകത്ത് വന്നിട്ടുള്ളത്. ആ വൈറ്റ് കളറിൽ റെഡ് കളറിലുള്ള എംബ്രോയിഡറി വർക്കാണ് പോകുന്നത്. ഇത് ഞാനൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതിൻ്റെ വർക്ക് പോകുന്നത് ഇങ്ങനെയാണ്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് പോകുന്നത്. 189 പെർ മീറ്ററിലാണ്. കോട്ട ചെക്സ് അഥവാ നെറ്റ്കോട്ടയിലാണ് ഇത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ്. കാണിച്ചു തരാം. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഒരു പാറ്റേൺ പോകുന്നത്. 189 പെർ മീറ്ററിൽ തന്നെ 44 ഇഞ്ച് വിഡ്ത്തിൽ കോട്ട ചെക്സിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ ലാസ്റ്റ് ഡിസൈൻ ഇപ്പോൾ നമ്മൾ കണ്ട റെഡിൻ്റെ തന്നെ റിവേഴ്സ് ആണ്. അതായത് വൈറ്റ് കളറിൽ റെഡ് കളറിലുള്ള എംബ്രോയിഡറി വർക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് പോകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 219 രൂപ പെർ മീറ്ററിലുള്ളതാണ്. കുറച്ച് ഫാബ്രിക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പോയിട്ടുള്ള എംബ്രോയിഡറി വർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. രണ്ടും കൂടെ ക്ലോസ് ചെയ്തൊന്ന് കാണിക്കുമ്പോൾ ആ ഫാബ്രിക്കിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് നോർമലായിട്ടുള്ള കോട്ട ചെക്സും ഇതങ്ങനെയല്ല, കുറച്ചും കൂടെ എന്തോ പറയുന്നത്, ഇതിനകത്തൊരു ത്രെഡിൻ്റെ കുറച്ചും കൂടെ വർക്ക് കുറച്ചും കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ ഫാബ്രിക്കിനകത്ത് തന്നെ. അപ്പം നമുക്കിതൊന്ന് വെച്ച് നോക്കാം ഇതെങ്ങനെയാണ് പോകുന്നതെന്ന്. ഒരു റെഡ് കളറിലുള്ള ലീഫിൻ്റെ എംബ്രോയിഡറി വർക്കാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. 219 രൂപയാണ് പെർ മീറ്റർ. അതുപോലെ തന്നെ 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. നെക്സ്റ്റ് ആണ് നമ്മൾ കാണുന്നത് കുറച്ച്
ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ഇതിൻ്റെ വൺ സൈഡിനകത്തോടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് സാരിക്കൊക്കെ നമ്മൾ കണ്ടതെല്ലാം തന്നെ സാരിക്കൊക്കെ കട്ട് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇതും നമുക്ക് ഇങ്ങനെ വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ടെന്ന് കാണിച്ചു കൊടുത്ത് ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വൺ സൈഡിൽ ഒരു സ്കാലപ്പ് പോലെ കൊടുത്തിട്ട് അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബോഡി പാർട്ടിലായിട്ട് കുറേ ചെറിയ ചെറിയ സ്റ്റാർ പോലെയുള്ള ഡിസൈൻസും പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു സാരിക്കൊക്കെ ആയിട്ടും വേണമെങ്കിൽ കട്ട് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം. നമ്മൾ സാരിക്കൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പാറ്റേൺ പോകുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 219 രൂപ പെർ മീറ്ററിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് വന്നിരിക്കുന്നതും ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രിൻറ്റിലാണ്. ഞാൻ അതൊന്ന് കാണിച്ചു തരാം, ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതിനകത്ത് എംബ്രോയിഡറി വർക്ക് മാത്രമല്ല സീക്വൻസ് വർക്കും കൂടെ ഇൻക്ലൂഡഡ് ആണ്. 219 രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. ക്ലോസ് വ്യൂ കാണിക്കുമ്പോൾ അതിനകത്ത് പോയിരിക്കുന്ന പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആകും. ലാസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ആ പാറ്റേണിനോട് സാമ്യമുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. റെഡ് കളറിലുള്ള എംബ്രോയിഡറി വർക്കാണ്. അതിൻ്റെ കൂടെ തന്നെ സീക്വൻസ് വർക്കും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. 219 രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. നെറ്റ് കോട്ട അഥവാ കോട്ട ചെക്സ് ആ ഒരു ഫാബ്രിക്കിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കണ്ടതെല്ലാം തന്നെ സാരിക്ക് കട്ട് ചെയ്ത് വെയർ ചെയ്യാൻ ഫ്രോക്കോ അതല്ലെങ്കിൽ സ്കേർട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ രണ്ട് പ്രൈസ് റേഞ്ചിലുള്ളത് നമ്മൾ കണ്ടു. 189 പെർ മീറ്ററിലുള്ളതും 219 രൂപ 219 പെർ മീറ്ററിലുള്ളതും കണ്ടിരുന്നു. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ട് ആകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ചായി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേര് ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടാകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല.
അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാൽ, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്, പിന്നീട് അത് 2 എണ്ണം ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM ഷോപ്പ് വർക്ക് ആവുന്നത്, 7:30 AM വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.